ഇസ്രയേലിലെ നഹാരിയിലേക്ക് പോവുകയാണ് ജോൺസൺ തായങ്കരി. അദ്ദേഹം ഇസ്രയേലിൽ നിന്ന് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ജോൺസൺ തായങ്കരി, ഈ നഹാരിയ മേഖല എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ ആക്രമണ ബാധിത മേഖലയാണോ? എന്താണ് നിലവിൽ അവിടെ ഒരു സാഹചര്യം, ശ്രീ ജോൺസൺ തായങ്കരി? ആക്രമണ മേഖല എന്ന് പറയുമ്പോൾ ആൻഡ്രോമിന്റെ പരിധിയിൽപ്പെടാത്ത മിസൈലുകൾ ഇവിടെ ഒന്ന് വീഴാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് ഷെൽട്ടറിലേക്ക് പോകാനായിട്ട് അലാറം മുഴങ്ങും. ആ സമയത്ത് നമ്മൾ ഷെൽട്ടറിലേക്ക് പോവുക. ഷെൽട്ടറിൽ നമുക്കൊരു പക്ഷെ ഒരു ദിവസം തന്നെ തങ്ങണമെങ്കിൽ അതിനുള്ള എല്ലാ സാഹചര്യവും ഷെൽട്ടറിൽ ഒരുക്കിയിട്ടുണ്ട്. കിടക്കാനുള്ള സൗകര്യവും ഒരുപക്ഷെ ഭക്ഷണമോ കാര്യങ്ങളൊക്കെ അങ്ങനെ പാചകം ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്, ഇല്ലാത്തതുണ്ട്. അപ്പൊ മറ്റുള്ള നെറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും കരുതുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. ഓൾറെഡി ഇവിടെ സേഫ് ആണ്. ചെറിയ ചെറിയ ആഘാതങ്ങൾ സംഭവിച്ചിരിക്കാം, പക്ഷെ എന്നാലും ഒരു പരിധി വരെ സേഫ് ആണ്. പ്രത്യേകിച്ച് ഞാൻ ഈ നഹാരിയ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ് ഉള്ളത്. മറ്റുള്ള ഏരിയയിൽ നമ്മളെ സുഹൃത്തുക്കളുണ്ട്, അവരെ വിളിക്കുമ്പോൾ അവരും സേഫ് ആണെന്ന് പറയുന്നു. അതിന്റെ ഈ നഹാരിക്ക് അപ്പുറത്തേക്ക് ഒന്നാമത്തെ കാര്യം, ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അധികം പുറത്ത് ഇറങ്ങാനുള്ള സാഹചര്യമല്ല. എന്നാലും എന്റെ അറിവിന്റെ പരിമിതിയിൽ നിന്ന് ഏകദേശം ഒട്ടുമിക്ക ഭാഗങ്ങളും സേഫ് ആണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പം ഞങ്ങൾ ബോർഡറിലാണ്, ലെബനന്റെ ബോർഡറാണ്. അപ്പോഴും ഇതുപോലെ മിസൈൽ വന്ന് വീഴാറുള്ള സമയത്ത് നമുക്ക് അതിന് കുറച്ചു മുൻപായിട്ട് അലാം വരും. ആ സമയത്ത് നമ്മൾ ഷെൽട്ടറിലേക്ക് മാറുക. അങ്ങനെയാണ് സാഹചര്യം. ഇന്ന് മുന്നറിയിപ്പുകളൊക്കെ വന്നിരുന്നോ ശ്രീ ജോൺസൺ തായങ്കരി? ഇന്ന് ഒരു സമയത്ത്, അതായത് ഡ്യൂട്ടിക്കിടയിൽ ഒരു ഉച്ചയോട് കൂടിയിട്ടുള്ള ഒരു സമയത്ത്, അതായത് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു അലാം വന്നിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഷെൽട്ടറിലേക്ക് മാറിയിരുന്നു. ഇപ്പൊ ചില മേഖലകളിൽ ജോലി നടക്കുന്നില്ല, ജോലിക്ക് പോകാൻ സാധിക്കില്ല, ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ്. ചില മേഖലയിൽ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ടോട്ടലി ഇവിടുത്തെ ഗവൺമെന്റ് സ്റ്റാഫുകളും മറ്റുള്ള കമ്പനി സ്റ്റാഫുകളും ഏകദേശം ഒരു ലീവ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ അതിർത്തി മേഖലയാണല്ലോ, പ്രത്യേകിച്ച് ലെബനനോട് ചേർന്നുള്ള മേഖലയാണ്. ഈ ലെബനിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം കടുപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ടല്ലോ ശ്രീ ജോൺസൺ. അത് ഒന്നാമത്തെ കാര്യം, പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമായിട്ട് അത് എത്രത്തോളം കാര്യങ്ങളാണ് എന്നുള്ളത് ഒരു വ്യക്തതയില്ല. ഞങ്ങൾക്ക് അങ്ങനെ പുറത്തിറങ്ങാനായിട്ടുള്ള ഒരു അനുമതിയോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്. അപ്പോൾ അത് അത്ര വ്യക്തമായിട്ട് എനിക്കൊരു കാര്യം പറയാനായിട്ട് കഴിയുന്ന ഒരു അവസ്ഥയിലല്ല ഉള്ളത്. ഈ അവിടുത്തെ ഈ ജനജീവിതത്തെ ഇത് കാര്യമായി ബാധിച്ചു എന്ന് പറയാമോ? ഈ ഗതാഗത സംവിധാനങ്ങളെ, ഓഫീസ് പ്രവർത്തനങ്ങളെ, അങ്ങനെ ഈ ഇറാന്റെ യുദ്ധഭീഷണി അങ്ങനെ ഇസ്രായേലിനെ ബാധിച്ചിട്ടുണ്ടോ? പൊതുവിൽ ബാധിക്കുക എന്ന് പറഞ്ഞാല് ഞാൻ കണ്ടൊരു കാഴ്ച, എന്റെ പരിമിതമായ അറിവിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള, നമ്മുടെ നാട്ടിലെ കോവിഡ് ഒക്കെ സംഭവിക്കുന്ന ഒരു കർഫ്യൂ പോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവര് ഓരോ സാഹചര്യങ്ങൾ, ഓരോ വാറ് വരുമ്പോഴും അതിനോട് അവർ പൊരുത്തപ്പെട്ട് ആ ഒരു ലൈഫിനെ അവർ സ്വീകരിച്ചവരാണ്. അതിൽ നിന്ന് റിക്കവർ ചെയ്തവർ, നമ്മൾ പ്രളയത്തെ റിക്കവർ ചെയ്ത പോലെ അവർ റിക്കവർ ചെയ്ത് അവർക്കതൊരു ശീലം പോലെ ആ ഒരു അവസ്ഥയിലാണ് കാണപ്പെടുക. നമ്മളെ സംബന്ധിച്ചോളം നമ്മളിത് ആദ്യമായിട്ട് കാണുന്നതായതുകൊണ്ട് നമുക്കുള്ളൊരു അല്പം ഫിയർ ഉണ്ട്. എന്നാലും നമ്മൾ സേഫ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ പറയാ, സമാധാനം ആയിട്ട് പോകുന്നു. അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അതിൽ ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ആകാശത്ത് വെച്ച് ഇത്തരം ആക്രമണങ്ങളെയൊക്കെ ഇസ്രായേൽ പ്രതിരോധിക്കുന്നത് എന്നത്. അപ്പോൾ അവിടുത്തെ ഇസ്രായേൽ ജനതയ്ക്കുള്ള അതേ ആത്മവിശ്വാസവും വിശ്വാസവും ഒക്കെ അവിടെ എത്തി ജോലി ചെയ്യുന്ന താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കുമുണ്ടല്ലേ? 100% അവര് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതന്നെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയും. ഒരുപക്ഷെ അബദ്ധത്തിൽ വീണാലും പറയും, ആത്മാർത്ഥമായിട്ട് തന്നെ പറയും. ശരി, നന്ദി ശ്രീ ജോൺസൺ. അപ്പോൾ സുരക്ഷിതമായി തന്നെ തുടരാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. ഒരു വാക്കുകൂടി ചേർത്തോട്ടെ. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മലയാളികളോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒത്തിരി മലയാളികൾ ഒരുപാട് സങ്കടത്തോടെ ഇരിക്കുന്നു. അവരോടൊക്കെ യാതൊരു കുഴപ്പമില്ല, സേഫാണ്. ഒത്തിരി സന്തോഷം. ഇതില് പങ്കെടുപ്പിച്ചതിലും സന്തോഷം, ചേർത്ത് നിർത്തിയതിലും സന്തോഷം. ഒപ്പം എല്ലാ ചാനലുകളും നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കുക. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഒരുപാട് സന്തോഷം. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.